നഖം പെട്ടെന്ന് വളരണോ എങ്കിൽ ഈ അരമുറി നാരങ്ങയും ഒരു വെളുത്തുള്ളിയും മതി. നമ്മുടെ നഖത്തിന്റെ ഈ മേൽഭാഗത്തുള്ള ഈ തൊലിയുടെ അവിടുത്തെ അഴുക്കുകളൊക്കെ ഇളക്കി കളയണം. അപ്പൊ ഇന്ന് നമ്മൾ ഒട്ടുമിക്ക സ്ത്രീകളും നഖം വളർത്താൻ ആഗ്രഹമുള്ളവരാണ്. നഖം എത്ര വളർത്തിയാലും ചിലരുടെയൊക്കെ നഖത്തിന് കട്ടി കാണത്തില്ല, അതൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ ചില ഐറ്റംസ് ഉപയോഗിച്ചാൽ, നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ചില ഐറ്റംസ് ഉപയോഗിച്ചാൽ നമ്മുടെ ഈ നഖത്തിന് പറയുന്ന പോലെ കട്ടി വരാനും അല്ലെങ്കിൽ നഖം ഒടിഞ്ഞു പോകാതിരിക്കാനും ഉള്ള പല മാർഗങ്ങളുണ്ട്. അതിന് വേണ്ടത് ഇളം ചൂടുവെള്ളം, പിന്നെ ഉപ്പ് വേണം, നാരങ്ങ, വെളുത്തുള്ളി. ഇപ്പം ഞാനൊരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ മുറിച്ചതിൻ്റെ നീരിടാം. നാരങ്ങ നീര് നല്ല രീതിയിൽ തന്നെ ഒഴിക്കണം. ഇതിലേക്ക് നമ്മുടെ കൈ ഇങ്ങനെ മുക്കി വെക്കുക. ഒരു 5-10 മിനിറ്റ് കൈ ഇങ്ങനെ മുക്കി വെക്കുക. ഒരു ഈർക്കലോ നെയിൽ കട്ടറോ ഉപയോഗിച്ചിട്ട് നമ്മുടെ നഖത്തിന്റെ ഈ മേൽഭാഗത്തുള്ള ഈ തൊലിയുടെ അവിടുത്തെ അഴുക്കുകളൊക്കെ ഇളക്കി കളയണം. അതുപോലെ തന്നെ നമ്മുടെ നഖത്തിനിടയിലുള്ള അഴുക്കുകളെല്ലാം എടുത്ത് കളയുക. കൈ വീണ്ടും വെള്ളത്തിലേക്കൊന്ന് മുക്കി ഒരു 2-3 മിനിറ്റ് വെച്ചേക്കുക. ഇനി പറഞ്ഞ പോലെ നാരങ്ങ, നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ തോടിരിപ്പുണ്ട്, അത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്യണം. നഖത്തിന്റെ അഴുക്കുകൾ പോകാനായാലും കുഴിനഖം ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഈ നാരങ്ങ നീര് വളരെ നല്ലതാണ്. അതിനുശേഷം കൈ നല്ല വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് നമുക്കൊക്കെ വെളുത്തുള്ളി മുറിച്ചെടുത്ത് അതിന്റെ നീരും ഈ പറഞ്ഞ പോലെ നമ്മുടെ നഖത്തിലും ഈ നഖത്തിന്റെ സൈഡിലും എല്ലാം നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നഖം വളർത്താൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡെയിലി ചെയ്ത് നോക്കുക. നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും. നഖത്തിന് നല്ല കട്ടി വരും, അതുപോലെ തന്നെ നഖം പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും. അതെല്ലാം നഖം വൃത്തിയാക്കാനോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 1-2 വട്ടം നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ചെയ്ത് നോക്കിയാൽ മതി.